84-ാം ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. കേക്ക് മുറിക്കുന്ന കർമ്മമാണ് തൊടുപുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന. പാർട്ടി പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പി ജെ ജോസഫിന് ഇന്ന് 84 വയസ്സ് തികയാണ്. അടുപ്പമുള്ളവരൊക്കെ തന്നെ ജോസഫ് സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹം അടിമുടി കർഷകനാണ്. ഒരുപാട് പശുക്കളെയും ആടുകളെയും ഒക്കെ തന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ വീട്ടിലുള്ള 100ഓളം പശുക്കളെ വളർത്തുന്ന കേരളത്തിലെ ഏക രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹമാണെന്ന് വേണമെങ്കിൽ പറയാം. കേക്ക് മുറിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ടോബി ജോൺസൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ടോബി ജോൺസൺ തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. ടോബി, വിവരങ്ങൾ. ജോസഫ് സാർ വളരെ സന്തുഷ്ടനായി കാണുന്നു. അദ്ദേഹത്തിന് ആയുരാരോഗ്യം നേരുന്നു. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആശംസകളും നമ്മൾ 24 നേരുന്നു. എനിക്ക് വ്യക്തിപരമായും ഒരുപാട് അടുപ്പമുള്ളൊരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ ആശംസകളും. ടോബി, പറയൂ. തീർച്ചയായിട്ടും SKN, വലിയ സന്തോഷമാണ് ഈ തൊടുപുഴയിലെ പുറപ്പുഴയിലെ ഈ വസതിയിലുള്ളത്. രാവിലെ മുതൽ തന്നെ നേതാക്കൾ, ഒപ്പം തന്നെ സമൂഹത്തിൻ്റെയും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ ഇവിടെ എത്തി. പറഞ്ഞോ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിൻ്റെ നിറവിലാണ് ഇപ്പോൾ പി ജെ ജോസഫ്. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം, തൊടുപുഴക്കാരുടെ പ്രിയപ്പെട്ടവൻ, മുൻ മന്ത്രി, MLA, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് പി ജെ ജോസഫ്. അദ്ദേഹം അഭിഷിക്തനാകുന്നു. നമുക്കൊപ്പം വീണ്ടും ടോബി ചേരുകയാണ്. ടോബി, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തുഷ്ടമായ ഒരു സാഹചര്യവും അന്തരീക്ഷവുമാണ് ഇപ്പോൾ. അദ്ദേഹം തൊടുപുഴയിലെ വീട്ടിൽ കുറച്ച് ദിവസമായി വിശ്രമത്തിലാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ഈ ശതാഭിഷിക്തനാകുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെല്ലാവരും കൂടി കേക്ക് മുറിക്കുന്ന ചടങ്ങാണ്. അദ്ദേഹത്തിന് ഷോൾ അണിയിച്ച് ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നു. ടോബി, വിവരങ്ങൾ. വലിയ സന്തോഷം ഇപ്പോൾ നമുക്ക് കാണാം. കേരള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എല്ലാ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രാദേശിക നേതാക്കളുണ്ട്, സ്റ്റേറ്റ് നേതാക്കളുണ്ട്. ഇവരെല്ലാവരും എത്തി ജന്മദിനാഘോഷം വിപുലമായിട്ട് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ SKN പറഞ്ഞ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമായി തന്നെ നമുക്ക് അല്ലെങ്കിൽ ജോസഫ് സാർ എന്ന് പറയുന്ന പി ജെ ജോസഫിനെ നമുക്ക് പറയാൻ സാധിക്കും. 70-ൽ ആദ്യമായി തൊടുപുഴയിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ മുതൽ തുടങ്ങിയ ആ ഒരു രാഷ്ട്രീയം നമുക്കറിയാവുന്ന പോലെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കർഷക പാർട്ടിയാണ്. അതിൻ്റെ ഒരു കർഷക നേതാവെന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അങ്ങനെ വളർന്ന് വന്ന് രാഷ്ട്രീയത്തിൽ വളർന്ന് ചെറുപ്രായത്തിൽ തന്നെ MLA ആയും മന്ത്രിയുമായും എല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പകരം വെക്കാനില്ലാത്തൊരു വ്യക്തിത്വമായി തന്നെ നമുക്ക് പി ജെ ജോസഫിനെ വേണമെങ്കിൽ ഓർത്തെടുക്കാം. എന്തായാലും പി ജെ ജോസഫ് ഇപ്പോൾ കേക്ക് മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 2 വാക്ക് പ്രവർത്തകരോട് സംസാരിക്കും. ഇക്കാലം അത്രയും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം നൽകിയതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി. എല്ലാ പാർട്ടി നേതാക്കളെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. താങ്ക് യു. എന്തായാലും അദ്ദേഹം ഇന്ന് ജന്മദിനത്തിലാണ്. നിങ്ങൾക്കറിയുന്ന പോലെ 84 വയസ്സ് തികഞ്ഞു. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിൻ്റെ നിറവിലാണ് ശ്രീ പി ജെ ജോസഫ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമാണ് അദ്ദേഹം. ആരോടും പെട്ടെന്ന് പ്രത്യേകിച്ച് പോരടിക്കാനില്ല. തൊടുപുഴക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു പി ജെ ജോസഫ്. എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മാറി. മാത്രമല്ല, എപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്ത് സംശുദ്ധി സൂക്ഷിച്ചു. ഒരു അഴിമതിയും അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നില്ല. മാത്രമല്ല, ഇത്രയും കൂടുതൽ എല്ലാ ജന്തുജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്നൊരു മനസ്സ് സ്വന്തമാക്കുന്ന മറ്റൊരു പൊതുപ്രവർത്തനം കേരളത്തിലുണ്ടോ? പാലുൽപാദനത്തിൻ്റെ കാര്യത്തിലും ഈ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതിലും ഒക്കെ തന്നെ അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തിയും താല്പര്യവും വാത്സല്യവും ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആയിരുന്നു ശരിക്കും കേരളത്തിൽ ഈ പാലുൽപാദനമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്ര കൂടുതൽ അവഗാഹം അദ്ദേഹത്തിനുണ്ട്. വെച്ചൂർ പശുവൊക്കെ കേരളത്തിൽ ഇല്ലാതായാലും ഒരു വെച്ചൂർ പശു പി ജെ ജോസഫ് സാറിൻ്റെ വീട്ടിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് അഭിഷിക്തനാകുന്ന ഈ വേളയിൽ. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലാത്ത ഒരാളുണ്ട്. ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പി ജെ ജോസഫ് ആയിരിക്കും. തൊടുപുഴ പുറപ്പുഴക്കാരുടെ
ഔസേപ്പച്ചൻ. 1920 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് KM ജോർജ് എന്ന കേരള കോൺഗ്രസ് നേതാവ് കണ്ടെത്തിയതാണ് PJ ജോസഫിനെ. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്ന് MA എക്കണോമിക്സ് കഴിഞ്ഞ് ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന സമയത്താണ് ജോസഫിന് തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കാൻ അവസരം കിട്ടുന്നത്. കന്നി മത്സരത്തിൽ അട്ടിമറി വിജയം നേടി തലസ്ഥാനത്തെത്തുമ്പോൾ നിയമസഭാ സാമാജികരായി ജോസഫിനൊപ്പം തുടക്കം കുറിച്ചത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും. 1978 KM മാണിക്ക് പകരക്കാരനായി ആഭ്യന്തരമന്ത്രിയുടെ കുപ്പായം അണിഞ്ഞതോടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രി എന്ന റെക്കോർഡിനൊപ്പം PJ ജോസഫ് എന്ന പേരുകൂടി എഴുതി ചേർക്കപ്പെട്ടു. പിന്നീട് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. എല്ലായിടത്തും നടപ്പാക്കിയത് സാധാരണക്കാരനെ മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികൾ. 78 ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടാണ് തുടങ്ങുന്നത്. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, അത് ശരിക്കും യാഥാർത്ഥ്യമാക്കി എന്നുള്ളൊരു സന്തുഷ്ടിയുണ്ടെന്ന്. 96 പിന്നെ നയനാർ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനെ പറ്റി നമ്മൾ വളരെ പിന്നിലായിരുന്നു. അന്ന് ആ പോളിസി ഡിക്ലെയർ ചെയ്യുമ്പോൾ നയനാർ തന്നെ വന്നിരുന്നു. യൂണിവേഴ്സലൈസേഷൻ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മുദ്രാവാക്യമായിട്ട് മാറി. നടക്കാതെ പോയ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ ആണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗതാഗതക്കുരുക്കില്ലാത്ത ഒരു പാത. പല വകുപ്പുകളും ഭരിച്ചെങ്കിലും കൃഷിമന്ത്രിയാകാൻ സാധിച്ചില്ല എന്നത് PJ ജോസഫ് എന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖം തന്നെയാണ്. ചർച്ച ചെയ്ത് വരുമ്പോൾ അത് സാധ്യമായില്ല. 11 ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആദ്യത്തെ ചർച്ചയിൽ അത് ജനതാദളിന് പോയി. കേരള കോൺഗ്രസിൽ ധനകാര്യ KM മാണി വിളിച്ചു. പിന്നെ ജലവിഭവ. തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 3 വട്ടം മാത്രമാണ് PJ ജോസഫിന് കാലിടറിയത്. മൂവാറ്റുപുഴയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച് തോറ്റു. 2001 സ്വന്തം തട്ടകമായ തൊടുപുഴയിൽ PT തോമസിനോടും തോറ്റു. പിന്നീട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തിരികെ എത്തി. രാഷ്ട്രീയത്തിൽ ഗാന്ധിയും ആത്മീയതയിൽ യേശുവുമാണ് എന്നും റോൾ മോഡൽ. സംഗീതവും കലയും കൃഷിയും രാഷ്ട്രീയവും. ഇതിനപ്പുറം PJ ജോസഫിന് ഈ ലോകത്ത് മറ്റൊന്നില്ല. ഈ രാത്രി ഈ മൗസം നദി കാ കിനാര ये चंचल हवा ये रातें ये मौसम नदी का. 24 തൊടുപുഴ.